ദീപപ്രയാണം എന്ന് പറയുന്നത് അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും ദീപസ്വരൂപേണ ഭഗവാൻ എത്തുന്നു. കേരളത്തിൽ കർക്കിടക മാസത്തിൽ വിശിഷ്യ രാമായണ മാസം എന്നറിയപ്പെടുന്നു. ഈ രാമായണ മാസത്തിൽ ഭഗവാൻ ദീപസ്വരൂപമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇതിൻ്റെ ഒരു കാര്യക്രമം എന്ന് പറയുന്നത് അഖിലേന്ത്യാ തരത്തിലുള്ള ഒരു നാഷണൽ ലെവൽ പ്രോഗ്രാമായിട്ടാണ് ശ്രീരാമ ഭക്തമണ്ഡലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജൂലൈ 1-ാം തീയതി കേരളത്തിൽ നിന്നും അയോധ്യയിലേക്ക് യാത്ര പുറപ്പെടുന്നു. ഈ യാത്ര തന്നെ 200ഓളം വരുന്ന ഭക്തന്മാരുടെ ഒരു ആഘോഷമായിട്ടാണ് കേരളത്തിൽ നിന്നും അയോധ്യയിലേക്ക് ഈ യാത്ര പോകുന്നത്. അവിടുന്ന് ദീപം പകർന്ന് തിരിച്ച് കേരളത്തിൽ എത്തുന്നവരെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഓരോ ദിവസവും ഈ ദീപപ്രയാണം ചെയ്ത് കേരളത്തിലേക്ക് ജൂലൈ 12-ന് പ്രവേശിക്കുകയാണ്. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ കർക്കിടക മാസത്തിലുടനീളം ഒരു മാസക്കാലം കേരളത്തിൽ ഈ രഥപ്രയാണം നടക്കുന്നതാണ്. ഈ ദീപപ്രയാണത്തിനോടൊപ്പം ഭഗവാന്റെ പാദുകവും കൂടെ ആ രഥത്തിലുണ്ടാവും. പാദുകത്തിൻ്റെ ഒരു സങ്കല്പം നമുക്കറിയാം. രാമായണത്തിൽ ഭരതനുമായിട്ടാണ് ശ്രീരാമസ്വാമിയുടെ പാദുകം കണക്ഷനാവുന്നത്. ഭക്തിയുടെയും സേവന മനോഭാവത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രതീകമാണ് പാദുകം. കാരണം രാമായണത്തിൽ ഭരതൻ ഭഗവാന്റെ പാദുകം തൻ്റെ ശിരസിലേറ്റി സിംഹാസനത്തിൽ വെച്ച്, നന്ദിഗ്രാമത്തിൽ പോയി സിംഹാസനത്തിൽ വെച്ച് ഞാനല്ല രാജാവ്, ശ്രീരാമസ്വാമിയാണ് രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്വാമിയോടുള്ള വിനയവും ഭക്തിയും സേവന ഭാവത്തോടു കൂടിയും രാജ്യം ഭരിച്ച ഭരതൻ്റെ പ്രതീകം. അതാണ് നമുക്ക് ഈ പാദുകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. ഈ പാദുകം വരുന്നതും അതേ നന്ദിഗ്രാമിൽ നിന്നും പൂജിച്ചിട്ടാണ് ഇവിടെ കേരളത്തിലേക്ക് എത്തുന്നത്. ഇതാണ് ഒരു പാദുകത്തിൻ്റെ ഒരു സങ്കല്പമായിട്ട് ഉള്ളത്. അടുത്തതായിട്ട് ഈ ദീപം നമ്മുടെ കേരളത്തിലുടനീളമുള്ള നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് വരുന്നുണ്ട്. വിശിഷ്യ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങൾ, ഹനുമത് സ്വാമി ക്ഷേത്രങ്ങളിലൂടെയും മറ്റു മഹാക്ഷേത്രങ്ങളിലൂടെയും ഉള്ള ദീപപ്രയാണം നടക്കുമ്പോൾ തങ്ങളുടേതായിട്ടുള്ള സ്ഥലങ്ങളിൽ ഭക്തർക്ക് അവിടെ വന്ന് ദീപം ദർശിക്കുകയും പാദുകാർച്ചന ചെയ്യുകയും മറ്റ് വഴിപാടുകളായിട്ട് സഹസ്രനാമാർച്ചന, അഭിഷേകങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമുക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ടുള്ള വഴിപാടുകളും പ്രാർത്ഥനകളുമെല്ലാം നമുക്ക് ആ രഥത്തിൽ സമർപ്പിക്കാവുന്നതാണ്. ഇനി അതിന് സാധിച്ചില്ലെങ്കിലും കർക്കിടകത്തിൽ നാലമ്പല ദർശനം നമ്മളെല്ലാവരും നടത്താറുണ്ടല്ലോ. പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഈ ശ്രീരാമ ദീപം ആ കർക്കിടക മാസം മുഴുവനും പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. നമുക്ക് അവിടെ വന്നിട്ടായാലും ഈ വഴിപാടുകളും പ്രാർത്ഥനകളും ഭഗവാന്റെ ദീപസ്വരൂപേണയുള്ള ഭഗവാനെ സന്ദർശിച്ചുകൊണ്ട് നമുക്കവിടെയും ചെയ്യാനുള്ള അവസരം ഉള്ളതാണ്. ഈ ഭവ്യമായ ദീപപ്രയാണം, ഈ രഥം, ഭഗവാനെ വഹിച്ചുകൊണ്ടുള്ള രഥം നമ്മുടെ കേന്ദ്രങ്ങളിൽ എത്തുന്ന സമയത്ത് നാം ചെയ്യേണ്ടത് 5 കാര്യങ്ങളാണ്. അവിടെ ഒത്തുകൂടുന്ന ഭക്തർ ചേരുന്നത് സത്സംഗമായി മാറുന്നു. ശേഷം താലപ്പൊലിയോടുകൂടെ ഈ ദീപത്തെ സ്വീകരിക്കുന്നു. പിന്നീട് പുഷ്പാഞ്ജലി, നാമാഞ്ജലി, ദീപാഞ്ജലി, ഇങ്ങനെയുള്ള ഈ കാര്യക്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇത് ഓരോന്നും നമുക്ക് വിശദീകരിച്ച് പറയാം. ഇതെല്ലാം പായമ്മൽ ശത്രുഘ്നൻ സ്വാമി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദീപത്തിൽ നിത്യേന എല്ലാ ദിവസവും ഈ കാര്യക്രമങ്ങൾ അവിടെയും നടക്കുന്നതാണ്.